ഈ നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ചിട്ട് പറയാം. നിങ്ങൾ ആ മദ്രാസ് ജീവിതത്തിലെ ഒരുപാട് കൂട്ടുകാരും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല അല്ലേ ജോസേ? സത്യം അതൊരു കുടുംബമായിരുന്നു. നസീർ സാറിൻ്റെ കൂടെയൊക്കെ നസീർ സാറ്, അടൂർ ഭാസി സാറ്, ബഹദൂർക്ക, ആ ഗ്രൂപ്പ് ഇങ്ങനെ സ്ഥിരമായിട്ട് പടങ്ങളിലുണ്ടല്ലോ. അവരുടെയൊക്കെ കൂടെ പിന്നെ ഇവരൊക്കെ ഹീറോമാരായിട്ട്. കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഒരു മെഴ്സിഡസ് ബെൻസ് കാറിൽ ശരിയാ സാറിൻ്റെ എൻ്റെ ഫസ്റ്റ് ഫിലിം സമുദ്രം എന്ന് പറഞ്ഞൊരു പടം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ജോസ് ഒന്ന് വീട്ടിലോട്ട് വരുന്നോന്ന് ചോദിച്ചു. സാറ് വിളിക്കാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ശരി ഓക്കെ, സാറിൻ്റെ കൂടെ I'll be going in a chauffeur-driven car, Mercedes Benz. 207 അങ്ങനെ എന്തോ ആണ് നമ്പർ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബെൻസിൽ കയറുന്നത്. സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ മെഴ്സിഡസ് ബെൻസിൽ പോവാണ്. അന്ന് വീട്ടിൽ കൊണ്ട് അന്നാണ് ആദ്യമായിട്ട് ഷാനുവിനെ പരിചയപ്പെടുന്നത്. ഈവൻ ടുഡേ വി ആർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, സാറിൻ്റെ അവിടെ നിന്ന് വൈകിട്ട് 6 മണിക്ക് ഒരു ടിഫിൻ കൊണ്ടുവരും. സാറൊരു 3 4 കഴിക്കുമെങ്കിലും ഒരു 8-10 അതിൽ കാണും. പക്ഷേ 20 പേര് ചുറ്റും കാണും. സാറ് അവസാനം സാറിന് കിട്ടത്തില്ല. ഈ മുറിച്ച് ഈ 20 പേർക്ക് സാറ് വിട്ടിട്ട് അതും കുഴപ്പമില്ല. ഞാൻ ഊണ് കഴിക്കാൻ താമസിച്ചു, ചുമ്മാതോ താമസിച്ച് എനിക്ക് വിശപ്പില്ല. എന്നാലും പിന്നെ ഞങ്ങളല്ലേ, അയ്യോ സാറേ കഷ്ടമുണ്ട്, ഒരെണ്ണം സാറ് കഴിച്ചാട്ടെന്നൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ഒന്നിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾ ഔട്ട്ഡോറൊക്കെ സേലം ഏർക്കാടൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണുങ്ങൾ വിളിക്കും, മല്ലിക നീ വല്ലതും കഴിക്കാനുണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ വേണം, അല്ല ഞാൻ ഉണ്ണിയപ്പം എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും അച്ചാറ് പിക്നിക്ക് പോകുന്ന പോലെയാണ്. ഇപ്പം വിളിച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം പോയിട്ട് വരുന്നത് പോലും നമ്മൾ അറിയത്തില്ല. ഇതുണ്ടായിരുന്നോ പടത്തിലെന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയാം. അന്ന് ഈ ക്യാരവൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈം കിട്ടി ഒന്നിച്ച് വൈകിട്ട് ഷൂട്ടിങ്ങിലെന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോകും, അടുത്തുള്ള തിയേറ്ററിലെ ബീച്ചിൽ പോകും, എല്ലായിടത്തും പോകും. ആൻഡ് വീടുകളിലാണെങ്കിലും ഇതുപോലെ ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പാവം KPS ലളിത ചേച്ചിയുടെ വീട്ടില്. ലളിത ചേച്ചിയുടെ അന്ന് ഈ കൊഞ്ച് വെച്ചൊരു ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കൊഞ്ച് ചമ്മന്തി, കടുമാങ്ങ ചേച്ചി എല്ലാം ഈ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ കൊതിപ്പിക്കും. വൈകുന്നേരം കപ്പ പിഴകിയതുണ്ട്, മറ്റേ മീൻകറിയുണ്ട്, പിന്നെ കൊഞ്ച് ചമ്മന്തി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കുറേ പേര്, മീന ചേച്ചി അടക്കം ഒരു 5-6 പേര് അവിടെ. അതുപോലെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ അങ്ങനെയുള്ള ഒരു ഒന്നും ഇപ്പം ഇല്ല.